ദേവു, രാമായണത്തിന്റെ ഡിസ്കഷൻ തുടങ്ങിയാലോ? രാമായണത്തില് എത്ര കാണ്ഡങ്ങളുണ്ടെന്നറിയാവോ? 7. ഏതൊക്കെയാണ്? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ലാസ്റ്റ് വൺ ഉത്തരകാന്ഡം. ഓക്കെ. രാമന്റെ ചൈൽഡ്ഹുഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതിലാണ്? ബാലകാന്ഡത്തില്. രാമന്റെ ചൈൽഡ്ഹുഡ്, ജനനം, ചൈൽഡ്ഹുഡ്, അതേപോലെ യാഗം രക്ഷിക്കാനായിട്ട് വിശ്വാമിത്ര മഹർഷിയോട് പോകുന്നത്, യാഗം രക്ഷിക്കുന്നത്, സീതാ സ്വയംവരം ചെയ്ത് തിരിച്ച് അയോധ്യയിൽ എത്തുന്നിടം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ബാലകാന്ഡത്തിൽ കാണാം. അതേപോലെ അയോധ്യാകാന്ഡത്തിലേക്ക് വരുമ്പോൾ അവിടെ രാമന്റെ പട്ടാഭിഷേകം പ്ലാൻ ചെയ്യുന്നു, അത് മുടങ്ങുന്നു. അതേപോലെ രാമൻ വനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഒപ്പം രാമൻ ഈ വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ഭാഗങ്ങളാണ് അയോധ്യാകാന്ഡത്തില് വരുന്നത്. ദശരഥന്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ആരണ്യകാന്ഡത്തിൽ രാമന്റെ വനയാത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രാമനും ലക്ഷ്മണനും സീതയും കൂടി വനത്തിൽ കൂടി യാത്ര ചെയ്തതും അവിടെ ഓരോ ആശ്രമം കെട്ടി താമസിച്ചതും, മാരീചൻ വന്നിട്ട് പൊന്മാനായിട്ട് വന്നിട്ട് രാമനെ വിളിച്ചുകൊണ്ട് പോകുന്നതും, സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് ആരണ്യകാന്ഡത്തിൽ കാണാം. കിഷ്കിന്ധാകാന്ഡത്തില് രാമനും ലക്ഷ്മണനും കൂടെ സീതയെ അന്വേഷിച്ച് പുറപ്പെടുന്നതും, കിഷ്കിന്ധയിലെ സുഗ്രീവനെയും ഹനുമാനെയൊക്കെ കണ്ടെത്തുന്നതും, ബാലിയെ വധിക്കുന്നതും ഒക്കെ കിഷ്കിന്ധാകാന്ഡത്തിൽ. സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ നമുക്ക് കിഷ്കിന്ധാകാന്ഡത്തിൽ കാണാം. സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് വാനരന്മാർ പുറപ്പെടുന്നതും ഒക്കെ കിഷ്കിന്ധാകാന്ഡത്തിലാണുള്ളത്. ഓക്കെ. അത് കഴിഞ്ഞ് സമുദ്രതീരത്തെത്തിയ വാനരന്മാരിൽ ഹനുമാൻ സമുദ്രം ചാടി കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് അവിടം കുറെ അക്ഷകുമാരനെയൊക്കെ വധിച്ച് രാവണന്റെ കയ്യിൽ പെട്ട് അവിടെ കുറെ കുരുത്തക്കേടുകളൊക്കെ കാണിച്ച് തിരിച്ചു വരുന്ന ഭാഗങ്ങൾ എവിടെയാ നമുക്ക് കാണാൻ പറ്റുക? സുന്ദരകാന്ഡത്തില്. പേര് പറയുന്ന പോലെ തന്നെ സുന്ദരമായിട്ടുള്ള കാണ്ഡാണ്. എന്നുവെച്ചാൽ വായിക്കാൻ നല്ല രസം. അതിനകത്ത് വരികളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ താളത്തിലൊക്കെയാണ് എഴുതിയത്. അത് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് അതിനെ സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന കാണ്ഡം ഏതാണ്? യുദ്ധകാന്ഡം. അവിടെ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും ഒക്കെ കൂടി യുദ്ധം ആരംഭിക്കുന്നതും രാമസേതു ബന്ധനം നടത്തുന്നതും, ഒയ്യോ പിന്നെ ഉറക്കം വന്നിട്ട് വയ്യ, അതേപോലെ യുദ്ധം നടക്കുന്നതും രാക്ഷസന്മാരെ ഒക്കെ വധിക്കുന്നതും രാവണനെ വധിക്കുന്നതും ഒക്കെ യുദ്ധകാന്ഡത്തിൽ. തിരിച്ചെന്നിട്ട് 14 വർഷം കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ തിരിച്ചെത്തുന്നിടം വരെയുള്ള ഭാഗങ്ങള് നമുക്ക് യുദ്ധകാന്ഡത്തിൽ കാണാം. നമ്മൾ കർക്കിടക മാസത്തിൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ, അതായത് രാമന്റെ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുക. ഉത്തരകാന്ഡം പൊതുവെ വായിക്കില്ല കർക്കിടക മാസത്തില്. ഉത്തരകാന്ഡത്തില് രാമന്റെ രാജ്യഭരണം, അതേപോലെ സീതയെ വീണ്ടും കാട്ടിൽ ഉപേക്ഷിക്കുന്ന, രാമന് ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്ന ഒക്കെ ഭാഗങ്ങളാണ് ഉത്തരകാന്ഡത്തിൽ കാണാം. അങ്ങനെ 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ദേവുന് രാമായണത്തിലെ കാണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം അല്ലെ? അപ്പൊ ബാക്കി നാളെ കാണാം. ഫൈനലി വി ഡിഡ് ഇറ്റ്. അല്ല